വഖഫ് ബോർഡ് നിയമ ഭേദഗതി വന്നതുകൊണ്ടാണ് മുനമ്പത്തെ പോലെയുള്ള ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തിയത്. അതുവരെ ഇപ്രകാരം ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തുന്നതിന് തടസ്സമുണ്ടായിരുന്നു എങ്കിൽ ബോധപൂർവമായി എന്തൊക്കെയോ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പൊതുസമൂഹം മനസ്സിലാക്കുവാൻ. സർക്കാരുകളെ സംബന്ധിച്ച് ജനത്തിന് നീതി ഉറപ്പാക്കേണ്ട ജനവിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ജനത്തിന് നീതി ഉറപ്പാക്കി കൊടുക്കേണ്ട ആളുകളാണ് എക്കാലഘട്ടവും ഭരണ നേതൃത്വം എന്ന് പറയുന്നത്. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കേന്ദ്ര ഗവൺമെൻറ് വഖഫ് ബോർഡ് ഭേദഗതി കൊണ്ടുവരും എന്ന് പറയുന്നു. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് മുനമ്പത്തേക്ക് എത്തുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായിട്ട് മുനമ്പത്ത് കുടിയിറക്ക് ഭീഷണി അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതിയുടെ ഏതാണ്ട് 50-ലേറെ പ്രവർത്തകർ ഇതിനകത്തുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആത്മീയ ഇടയശ്രേഷ്ഠൻ അഭിമന്യ തറയിൽ പിതാവാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ പദ്ധതിയുടെ പിന്നിലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭേദഗതി പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഭേദഗതിയിലെ സമുദായങ്ങളെ ബാധിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതേതരത്വ നിലപാടുകൾക്ക് വിഘാതമായി നിൽക്കുന്ന ഭേദഗതികളെ എതിർക്കുക തന്നെ വേണം. പക്ഷേ മുനമ്പം വിഷയം ഉൾപ്പെടുന്ന വഖഫ് ബോർഡിൻ്റെ ഭേദഗതിയിൽ ചില ക്ലോസുകൾ ഒഴിവാക്കി ഇപ്പോൾ വഖഫ് ബോർഡിലേക്ക് മറ്റു മതസ്ഥരെ വയ്ക്കുക, അത് നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമല്ല. മതങ്ങൾക്ക് സ്വൈര്യമായ വികാരങ്ങൾ നടത്തുവാനും ആരാധന ആലയങ്ങളും അവരുടെ സംസ്കാരങ്ങളും ഒക്കെ പരിപോഷിപ്പിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് കത്തിവെക്കുന്ന രീതിയിലുള്ള ഭേദഗതികൾ വേണ്ട. മറിച്ച് കുടിയിറക്കൽ ഉൾപ്പെടെയുള്ള ഒരു ജനവിഭാഗം അവർ ആധാരമെഴുതി റവന്യൂ രജിസ്റ്ററിൽപ്പെടുത്തി ടാക്സ് അടച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭൂമി അവരുടേതല്ലാന്ന് അവകാശപ്പെടുന്ന ഏത് കിരാത നിയമമായാലും ശരി അതിനെ എതിർക്കപ്പെടണം. അതിനെതിരായിട്ടുള്ള ഭേദഗതികൾ തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കണം. കേരള നിയമസഭയിൽ നടന്ന വിഭാഗീയമായിട്ടുള്ള ഒരു പ്രവർത്തനം 140 MLA-മാരും ഭേദഗതിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ സമുദായ സംഘടനയ്ക്ക് ഞെട്ടലുണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ തീരദേശവാസികളായിട്ടുള്ള മുനമ്പം നിവാസികൾ 610-ൽ പരം കുടുംബങ്ങൾ ഇവിടുന്ന് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നു എന്ന് പറയുന്ന വിഷയങ്ങളിൽ ജനപ്രതിനിധികൾ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ലാത്തത് സമുദായ സംഘടനയെ ഞെട്ടിക്കുന്നു എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. അവർക്ക് വേണമെങ്കിൽ ഈ ഭേദഗതിയിലെ ഇന്ന ക്ലോസ് ഇന്ന സമൂഹത്തെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് ഒഴിവാക്കണം എന്ന് ചർച്ചയിൽ ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ ഒരു ചർച്ചയിൽ പോലും ആവശ്യപ്പെടാതെ പാവപ്പെട്ട ജനതകളെ കുടിയിറക്കുന്ന നിലപാടിന് അനുകൂലമായി ജനപ്രതിനിധികളെടുത്ത തീരുമാനം തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് കൃത്യമായി ഭേദഗതികൾ നടപ്പിലാക്കുമ്പോൾ മറ്റു മതസമൂഹങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുവാൻ, അത് ഭൂരിപക്ഷമായാലും ശരി ന്യൂനപക്ഷമായാലും ശരി, ഏത് രീതിയിലുള്ള മൗലിക അവകാശങ്ങളോ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതേതരത്വ നിലപാടുകളോ ഇല്ലാതാക്കുന്ന ഭേദഗതികൾ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് ഭേദഗതി മൂലം, വഖഫ് ബോർഡിലെ നിയമം മൂലം രാജ്യത്തൊരു മനുഷ്യനും ഭൂമി നഷ്ടപ്പെടാൻ പാടില്ല. മുനമ്പത്ത് നടത്തുന്ന സമരങ്ങൾക്ക് അഭിവാദ്യം പ്രഖ്യാപിക്കുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.